ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 3 വെളുത്തുള്ളി എടുക്കാം, ഒരു 3 ഉണക്കമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുക്കാം, ഗരം മസാല, പിന്നെ നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടാം, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പും ചേർക്കാം കേട്ടോ. ഉപ്പിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് തിക്നെസ്സിലാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് 2 വശത്തും ഇതുപോലെ അതിന് സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ വരഞ്ഞിട്ട് മസാല തേക്കുമ്പോൾ മസാല നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. 2 വശവും വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മസാല തേച്ച് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് 2 ഭാഗത്തും കോട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റിയാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായപ്പോൾ ആ വഴുതനങ്ങ അതിലേക്കിട്ടു. ഇനി ഒരു 3-4 മിനിറ്റ് മതി. ഒരു വശം ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പിന്നെ തിരിച്ചിട്ട് അപ്പുറത്തെ വശം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി ഒന്ന് കൊടുത്തു നോക്കൂ, അവരെന്തായാലും കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സെയിം ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ്, ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്